ഒരേ തീയതിയിലും റഫറൻസ് നമ്പറിലും വ്യത്യസ്തവും പരസ്പര വിരുദ്ധവുമായ ഉള്ളടക്കത്തോടെ സഭാപരമായ കത്തുകൾ പുറപ്പെടുവിപ്പിച്ച് കാനൂൺ നിയമങ്ങളുടെ പരസ്യമായ ലംഘനം നടത്തിയ മെത്രാപ്പൊലിത്തൻ വികാരി മാർ ജോസഫ് പാംബ്ലാനിയെ സീറോ മലബാർ സഭാ സിനഡ് എത്രയും വേഗം പുറത്താക്കുക തന്നെ വേണം. C-29C-462/25 എന്ന നമ്പറിൽ പുറപ്പെടുവിപ്പിച്ച അറിയിപ്പിൽ അടുത്ത മാസം 5-ന് വൈദിക സമിതി ചേർന്ന് കുർബാന പ്രശ്നം ചർച്ച ചെയ്യുമെന്നും കുർബാന തീരുമാനത്തിൽ മാറ്റമില്ല എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിയമപരമായി അതിരൂപതയിൽ വൈദിക സമിതി നിലവിലില്ല എന്നുള്ളതാണ് വാസ്തവം. ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതിന് കൂര്യ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ ഉണ്ടാകില്ല എന്നും മറ്റുമാണ് കൂര്യ പോലും അറിയാതെ പുറത്തുവിട്ട രണ്ടാമത്തെ കത്തിൽ അറിയിച്ചിരിക്കുന്നത്. സഭാ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് നിയമവിരുദ്ധമായ അറിയിപ്പിന്റെ ലക്ഷ്യം തന്നെ. സഭ തീരുമാനിച്ച് കുർബാന അർപ്പണ രീതി നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മെത്രാൻ തന്നെ കൂരിയായുടെ അധികാരങ്ങളെ പോലും ഇല്ലാതാക്കുന്ന രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. സിനഡ് സെക്രട്ടറി കൂടിയായ മാർ പാംബ്ലാനിയുടെ ഇത്തരത്തിലുള്ള സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധികാരികൾ നടപടിയെടുത്തേ മതിയാക്കുകയുള്ളൂ. വിമത വൈദികർക്ക് അരമനയിൽ കയറി ദിവസങ്ങളോളം സമരം ചെയ്യാൻ സൗകര്യങ്ങൾ ഒരുക്കിയ മെത്രാപ്പൊലിത്തൻ വികാരിയെ എറണാകുളത്തെ വിശ്വാസികൾ ഒരു കാരണവശാലും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ഇല്ല എന്ന് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. അതിരൂപതയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വിമത വൈദികർ വിശ്വാസികൾക്ക് എന്ത് സുവിശേഷമാണ് നൽകുന്നത്? ഇവരെ ഇനിയും സഭയിൽ നിലനിർത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് പാംബ്ലാനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതുമാണ്. എറണാകുളം അതിരൂപതയിലെ വിശ്വാസി സമൂഹത്തെ ക്രിസ്തുവിന്റെ പാതയിലൂടെ നയിക്കാൻ ആത്മാർത്ഥമായി പാംബ്ലാനി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇനി വിമതരോട് ഒരു ആലോചനയുടെ ആവശ്യവുമില്ല. ഈ വിമതന്മാരിലൂടെ അതിരൂപതയിൽ ആത്മീയ പുരോഗതി ഉണ്ടാകുകയില്ല. പാംബ്ലാനി ഐസ് കട്ടയിൽ ആണി അടിച്ചുകൊണ്ടിരുന്നാൽ ഏറ്റെടുത്ത ഉത്തരവാദിത്വ നിർവഹണം നടക്കുകയില്ല. കാരണം അങ്ങ് ക്രിസ്തുവിനെയല്ല വിമത കാബാലികരെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയാത്ത മെത്രാൻ ക്രിസ്തുവിനുള്ളവനല്ല.